welcome back to another episode of Super League Kerala Super Review. 3 അടിപൊളി മാച്ചസ് കഴിഞ്ഞു. ആ മാച്ചസിന്റെ റിവ്യൂ കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. മലബാർ ഡെർബി അടക്കം അടിപൊളി 3 മാച്ചസ് കഴിഞ്ഞു. അതിൻ്റെ അകത്ത് ഇപ്പോൾ അജ്സലിന്റെ ഗോൾ ഉണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ അജ്സലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജ്സൽ ഇപ്പോഴും ടേബിൾ ടോപ്പറാണ്. അജ്സൽ ടേബിൾ ടോപ്പറാ? അല്ല സോറി, ടോപ്പ് സ്കോറർ ആണ്. അജ്സൽ ഇപ്പോഴും ടോപ്പ് സ്കോറർ ആയിരുന്നു. പോയ കിളികളൊന്നും തിരിച്ചു വന്നിട്ടില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ഗെയിം ആവുമ്പോ നമ്മൾ തോക്കും, ജയിക്കും. പക്ഷെ എന്നാലും ഹോമിൽ ഒരു മത്സരം പോലും ജയിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ര ഫാൻസ് ഇല്ലേ? ഫാൻസിന് എന്താണ് നിങ്ങൾ റിസൾട്ട് കൊടുക്കാത്തത്? ഫാൻസ് ആണോ കളിക്കുന്നത്? ഫാൻസ് അല്ലേ സപ്പോർട്ട് സിസ്റ്റം. കണ്ണൂർ വാരിയേഴ്സിന്റെ ഒരു കംബാക്ക് ഉണ്ടാവും, നമ്മൾ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ചാണ് എന്താണെങ്കിലും എന്താ കംബാക്ക് നടത്തി വരുമ്പോ സീസൺ തീരുവോ എന്നുള്ളത്. മറ്റേത് പോലെയോ ഒരു കംബാക്ക് പറഞ്ഞിരുന്നു, 19ാമത്തെ കംബാക്ക്. ആ ഒരു സപ്പോർട്ട്, കണ്ണൂർ വാരിയേഴ്സിന്റെ സപ്പോർട്ട് നമ്മൾ എപ്പോഴും എടുത്ത് പറയണം. നമ്മള് ജോക്സ് അപ്പാർട്ട്, എന്തായാലും സീസൺ ഇനിയുണ്ട്, ഇനിയും മത്സരങ്ങളുണ്ട്. ചാൻസസ് എന്തായാലും ഉണ്ട്. 2 മാച്ചസ് ഉണ്ട്. ആ 2 മാച്ചിലും കണ്ണൂർ വാരിയേഴ്സ് എക്സെപ്ഷണലി വെൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ടോപ്പ് 4 എന്തായാലും വരും. അത് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം. ഒപ്പോണൻസ് ആരാണെന്നൊക്കെ നോക്കിയിട്ട് പ്രഡിക്ഷൻ ഒക്കെ ചെയ്യണ്ടേ? പ്രഡിക്ഷന്റെ സെക്ഷൻ വരുമ്പോ ഒന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ എന്നുള്ളൊരു പരിപാടി. എനിക്ക് ത്രില്ലിംഗ് പാർട്ട് അതാണ്. പക്ഷെ ഇനി ഹബീബ് കണ്ണൂർ വാരിയേഴ്സിനെ വെച്ച് പ്രഡിക്റ്റ് ചെയ്യണ്ട. കാരണം 2 പ്രഡിക്ഷനും കണ്ണൂർ വാരിയേഴ്സിന്റെതാണ് ഹബീബ് പറഞ്ഞത് കറക്റ്റായി വന്നത്. അത് അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല. അല്ല, ബാക്കിയുള്ളതും കറക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മള് കാലിക്കറ്റ് FCന്റെതും നമ്മളെല്ലാരും പ്രഡിക്റ്റ് ചെയ്തത് കാലിക്കറ്റ് FCയുടെ 3 പേരുടെയും കറക്റ്റ് ആയി. പിന്നെ മറ്റേ മാച്ച് 3 പേരുടെയും തെറ്റി, കാരണം മാച്ച് ഡ്രോ ആയി പോയി. പിന്നെ ഈ മാച്ച് ഫോർസാ കൊച്ചി ജയിച്ചു കണ്ണൂർ വാരിയേഴ്സുമായിട്ട്. അത് നമുക്ക് ആ ഓർഡർ തുടങ്ങാം അല്ലേ? അപ്പം ആ ഒരു മാച്ചിന്റെ ഫസ്റ്റ് മാച്ച് ഒരു ഡ്രോ 1-1 ഡ്രോ ആണ്. കൊമ്പൻസും അതുപോലെ തൃശ്ശൂർ മാജിക്കിന് എനിക്ക് തോന്നുന്നു അവര് ആദ്യം അവർ ടേബിൾ ടോപ്പിൽ നിന്നെടുത്ത് പിന്നെ അവർ റിസൾട്ടുകൾക്കൊക്കെ അത് അവർക്ക് ഹോം മാച്ച് അത്ര അഡ്വാൻറ്റേജ് ആണ്. അവിടെയാണ് ഒരു പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ വന്നത്. അപ്പം അത് ഒരു ഇതായല്ലേ. അതെ, കൊമ്പൻസ് ആണെങ്കിൽ എന്തായാലും ഒരു സ്ട്രാറ്റജി ആയിട്ട് ആ കൊമ്പൻസ് വന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫസ്റ്റ് 4th മിനിറ്റിൽ അങ്ങനെ ആദ്യത്തെ ഗോള് വന്നത് കൊമ്പൻസിന്റെ. ഈ ആഴ്ചത്തെ ശരിക്കും വിന്നേഴ്സ് കൊമ്പൻസ് ആണെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. കാരണം ആ ഒരു മത്സരത്തിൽ ഒരു പോയിന്റ് നേടി മലപ്പുറവും കണ്ണൂരും തോക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഒന്നും ചെയ്തില്ലെങ്കിലും കൊമ്പൻസ് ഒരു അഡ്വാൻറ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ആ ഒരു വെള്ളിയാഴ്ചത്തെ മാച്ചിന് ശേഷം ഒരുപക്ഷെ ഏർലി ഗോൾ അടിച്ചെങ്കിലും തിരിച്ചൊരു ഗോൾ കൺസീഡ് ചെയ്തല്ലോ, ഫൈസൽ അലി പിന്നെ അടിച്ചു. എന്നാലും മറ്റ് 2 റിസൾട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കൊമ്പൻസിന് വേണ്ടി പോയി. ടേബിളിനൊരു ചേഞ്ചും വന്നില്ല. ലാസ്റ്റ് മാച്ച് വീക്കിൽ ഉണ്ടായിരുന്ന സെയിം ലെവലിലാണ് ഇപ്പൊ എല്ലാ ടീംസും നിൽക്കുന്നത് ടേബിളിൽ. കൊമ്പൻസിന് ആ ഒരു ചെറിയ ഒരു അഡ്വാൻറ്റേജ് അതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത മത്സരം അത് മലപ്പുറമാണ്, നമുക്കറിയാം. എന്തായാലും ആ ഒരു തൃശ്ശൂർ മാജിക്കിന്റെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം ഹബീബ് പറഞ്ഞ പോലെ തന്നെ ഒരു ഹോം മാച്ച് ആവുമ്പോൾ പൊതുവെ നമ്മൾ അവരിൽ നിന്ന് ആ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരും. കാരണം എല്ലാവരും ആദ്യം എവേ മാച്ചസിൽ ഇത്രയും പോയിന്റ് നേടി. അപ്പൊ ഹോം മാച്ചിൽ ഈസിലി അവരൊരു ഫസ്റ്റ് എത്തിയിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്ന പറയുന്ന ഒരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് എതിരായിട്ടാണ് സംഭവിച്ചത്. റിസൾട്ടുകൾ എല്ലാം ജയിക്കണം എന്ന് പറയുന്നൊരു സാഹചര്യം തന്നെയാണ് അവിടെ, കാരണം അത്രയും സപ്പോർട്ടുണ്ട്. പക്ഷെ എന്തോ സംതിങ് പ്രശ്നങ്ങളാണ്. അത് അവർക്ക് തിരിച്ചു വരണം. അവർ ഇപ്പോഴും ഒരു പ്ലേ ഓഫ് അത്ര വിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കഴിഞ്ഞ മാച്ചിലാണെങ്കിൽ പോലും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഹോം മാച്ചസ് തന്നെയാണ് ഉള്ളത്. ആ അഡ്വാൻറ്റേജ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമായിരിക്കില്ല എന്നുള്ളതാണ് തോന്നുന്നത്. എനിവേ നമുക്ക് ഫോർസാ കൊച്ചി കണ്ണൂർ, എനിക്ക് അത് പറയാനാണ് എന്തോ ഒരു ത്രില്ല് ഉണ്ടാവും. കാരണം നമ്മൾ ഒരു ഔട്ട് ഓഫ് ദി ബ്ലൂ പ്രഡിക്ഷൻ ചെയ്തിട്ട് അത് കറക്റ്റായി വന്നതാണല്ലോ. അത് ആ ഒരു 4ാമത്തെ ഗോള്, ഫോർസാ കൊച്ചിയുടെ 4ാമത്തെ ഗോള് വലയിലെത്തിയപ്പോ എന്തായിരുന്നു ആ ഒരു ഇമോഷൻ? ഞാൻ ആക്ച്വലി അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ മഴ കണ്ണൂർ വാരിയേഴ്സിന്റെ റീൽ ഇങ്ങനെ മഴ പെയ്തപ്പം ഇങ്ങനെ വെള്ളം നമ്മൾ തുടക്കുമല്ലോ, അങ്ങനെ എന്തോ കണ്ട പോലെ എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി. മഴ പെയ്യുമ്പോൾ വെള്ളം ഉണ്ടാവും, വെള്ളം നമ്മൾ തുടക്കും. അങ്ങനെയാണ്. അതേ ഉള്ളല്ലേ. എന്നാലും മാച്ചിനെ പറ്റിയും കൂടെ പറ. മാച്ചിനെ പറ്റി പേഴ്സണൽ ഇൻട്രസ്റ്റ് ഒക്കെ മാറ്റി വെച്ച് നമ്മൾ മാച്ചിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫോർസാ കൊച്ചിന്റെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
കാരണം അതിൻ്റെ ഒരു കണ്ണൂർ വാരിയേഴ്സിൻ്റെ ഒരു കാര്യം എന്തായാലും എടുത്ത് പറയാനുണ്ട്. സിനാൻ്റെ 3rd ഗോൾ, ഹോമിലുള്ള 3rd ഗോൾ സ്കോർ ചെയ്തു. അതും ഇതുപോലെ ഏർലി ഗോളാണ്. ആൻഡ് അത് മാത്രമല്ല, സൂൺ ആഫ്റ്റർ ദാറ്റ് ഫോഴ്സ കൊച്ചി കുറച്ച് സക്സസ് കിട്ടും കേട്ടോ. ഫോഴ്സ കൊച്ചി ഇക്വലൈസ് ചെയ്തപ്പോൾ ആ ഇക്വലൈസിങ് ഗോൾ വരുന്നത് സജീഷിൻ്റെ അടുത്താണ്. നമുക്കറിയാം ഹിസ് എൻ അബ്സല്യൂട്ട്ലി ബ്രില്യൻ പ്ലെയർ. കേരള പ്രീമിയർ ലീഗിൽ ടോപ്പ് സ്കോററൊക്കെ ആയിരുന്ന ഒരു പ്ലെയർ ആണ്. പക്ഷെ അവർക്ക് ആ ഒരു റിസൾട്ട് ഇത്രയും നാളും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, ആ ക്വാളിറ്റി കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ സൂൺ ആഫ്റ്റർ ദാറ്റ് ഇക്വലൈസർ ഫോഴ്സ കൊച്ചിയുടെ ആ ഒരു മെൻറ്റാലിറ്റി മാറിയെന്ന് വേണം പറയാൻ. കാരണം അവരുടെ ടീമാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഫോമായി. പിന്നെ നെക്സ്റ്റ് ഗോൾ വന്നു ആ ഫസ്റ്റ് ഹാഫിൽ തന്നെ, നിജോ ഗിൽബർട്ടിൻ്റെ സെക്കൻഡ് ഗോൾ വന്നു. അതും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു മെൻറ്റാലിറ്റി വൈസ് ഫോഴ്സ കൊച്ചി കുറച്ചും കൂടി, പിന്നെ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ടീമിന് ഫുൾ കോൺഫിഡൻസ്. അത് ഈ മെന്റാലിറ്റിയുടെ കാര്യം പറഞ്ഞതേ, ഫോഴ്സ കൊച്ചിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് പണ്ടത്തെ കളികളിൽ എവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ ആ ഒരു ഗോൾ അടിക്കാനും അത് കഴിഞ്ഞ് 1-2 ഗോളല്ല, അത് 4-1 സ്കോർ ലൈനിലേക്ക് ആ അത്രയും ഗോളുകൾ അടിക്കാനുള്ള ആ ഒരു എനർജിയും ഹങ്കറും അവർ കാണിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും ടീമിന്റെ ടേബിളിന്റെ ബോട്ടത്തിൽ കിടക്കുന്ന ഒരു ടീമാണെന്നുള്ള, ഇപ്പൊ ടേബിൾ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ആദ്യമായിട്ടാണ് കളി കാണുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ടീം എങ്ങനെയാണ് ഈ ടേബിളിന്റെ അത്ര താഴെ വന്നതെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ നിജോയുടെ പെർഫോമൻസ് എടുത്ത് പറഞ്ഞെന്ന് തോന്നി. കാരണം അതെ ഭയങ്കര, എന്നിട്ട് പുള്ളി സുഖമൊക്കെ അടിച്ചാണ് പോയി. ഭയങ്കര ഒരു കഴിഞ്ഞ സീസണിൽ ഭയങ്കര ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു. ഈ സീസണിൽ അത്രയും അങ്ങോട്ട് തിളങ്ങാനായില്ല. പക്ഷെ ഈ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു, നിജോന്റെ ക്വാളിറ്റി. കുറച്ച് ലേറ്റ് ആയോ ഈ പെർഫോമൻസ് വരാൻ, ഒബ്വിയസ്ലി എലിമിനേറ്റഡ് ആയോ, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ ഫോർസ കൊച്ചി ഫാൻസ് ആ ഒരു വിൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. ഈ മത്സരത്തിന് അവർ ട്രാവൽ ചെയ്ത് പോയിരുന്നു. അവരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതാണെങ്കിലും അവർക്കൊരു ജയം അനിവാര്യമല്ലേ. മാത്രമല്ല അവര് ലാസ്റ്റ് പ്രീവിയസ് 2 മാച്ചസ് വലിയ ഗോൾ ഡിഫറൻസിലാണ് അവര് തോറ്റത്. 4-1 കാലിക്കറ്റിന്റെ എതിരെയും 2-6 മലപ്പുറത്തിന്റെ എതിരെയും തോറ്റിട്ടാണ് അവര് എവേ മാച്ച്, അവരുടെ എല്ലാ ഹോം മാച്ചസും കഴിഞ്ഞു. എന്നിട്ടാണ് കണ്ണൂരേക്ക് വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ചെറിയ പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പൊ ആ ഒരു, പിന്നെ ഈ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തപ്പോ നിജോന്റെ ഗോളും അഗൈൻ അവര് റിക്ലെയിം ചെയ്തു. ലൈക്ക് അവരത് ക്ലെയിം ചെയ്തെടുത്തു. ലൈക്ക് വി ആർ ബാക്ക് ആൻഡ് വി ആർ ടേക്കിംഗ് ദിസ് വിത്ത് അസ് എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ വന്നപ്പോഴേക്കും കണ്ണൂർ വാരിയേഴ്സ് ഒന്ന് കൊളാപ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. ഡിഫൻസ് മിഡ്ഫീൽഡിൽ ഇടയിലുള്ള ഒരു ഗ്യാപ്പും, പിന്നെ ഇൻ ബിറ്റ്വീൻ ലാഫ്സാംബിനെ സബ് ഔട്ട് ചെയ്തു. ഇനിയൊരു കംബാക്കിനുള്ള ഒരു ചാൻസും ഇല്ലെന്ന് അങ്ങനെ ഒരു അടിവരയിട്ട് പറഞ്ഞൊരു പെർഫോമൻസ് പോലെയായിരുന്നു അത്. ശരിക്കും അല്ലെന്ന് സീസണില് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ഗെയിം, എല്ലാത്തിനും ഒരു ഇതുണ്ടാവും. നമുക്ക് അടുത്ത മാച്ചിലോട്ട് പോവാം. മലബാർ ഡെർബി അല്ലെ, മലബാർ ഡെർബി അതാണ് ഈ ആഴ്ചയിലെ ഏറ്റവും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മാച്ച്. ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നു റെക്കോർഡ് അറ്റൻഡൻസ് ആയിരുന്നു തോന്നുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഫൈനലിന് പോയിട്ടില്ല, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഫൈനലിനൊക്കെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് ആ ഒരു അതിനേക്കാൾ കൂടുതൽ ആള്, കാരണം കോഴിക്കോടിന്റെ മാത്രം ഫാൻസ് അല്ല, മലപ്പുറത്തിന്റെ അത്രയും ഫാൻസ് എത്രയോ ബസ്സുകളിലായിട്ടാണ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് നോക്കണം, അവിടെ ഈസ്റ്റ് ഗാലറി ആണെന്ന് തോന്നുന്നു. അപ്പം ഒരു ഗാലറി കംപ്ലീറ്റ് ഒരു ഹാഫ് ഒരു 50-50 പോലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഫുള്ള് കാലിക്കറ്റ് ഫാൻസ്, ഒരു സൈഡ് ഫുള്ള് മലപ്പുറം ഫാൻസ്, അങ്ങനെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വൈബ് സത്യത്തിൽ ഞാനവിടെ വീഡിയോസും പരിപാടികളൊക്കെ എടുക്കാനായിട്ട് പോയി. നമുക്ക് എന്താ പറയുക, സൂചി കുത്താനായിട്ടുള്ള നടക്കാൻ സ്ഥലമില്ല, കാരണം അത്രമാത്രം ആളുകൾ ആ ഒരു രീതിയിൽ നിന്ന് ഹബീബിന്റെ ഒരു വീഡിയോയില് കാണുന്നുണ്ടായിരുന്നു, ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ പീസ് ആയിട്ട് ഇങ്ങനെ കാണുന്നില്ല. ബ്ലോഗിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ പല മത്സരങ്ങൾക്ക് പോകുമ്പോഴും ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് പോലും എല്ലാം നമ്മുടെ ഫാൻസാണ്. പക്ഷെ ഇത് രണ്ട് അത്രയും വലിയ ക്രൗഡ് വരുമ്പോ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര. അത് നമ്മളിപ്പോ യൂറോപ്പിലെ അല്ല, എനിക്ക് കൊൽക്കത്ത ഡെർബിയാണ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. അതിനിപ്പം ഇങ്ങനത്തെ ഒരു ഇന്റർ സ്റ്റേറ്റ് ഡെർബീസിനെക്കാളും ഇങ്ങനത്തെ ഡിസ്ട്രിക്ട് ഡെർബി അല്ലെങ്കിൽ സെയിം സിറ്റി ഡെർബീസിനാണ് ഇത്, കാരണം ട്രാവൽ ചെയ്ത് വരാനായിട്ട് ഈസിയാണ്. അപ്പോഴാണ് അവിടെ ഒരു റൈവൽസ്, ആ ഒരു ഡിസ്ട്രിക്ട് തമ്മിലുള്ള റൈവൽറി, അത് എനിക്ക് തോന്നുന്നു SLKയിൽ ഏറ്റവും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ ഒരു മലബാർ. നമ്മുടെ കേരളത്തിൽ ഡെർബി ഉണ്ടോ എന്നൊക്കെ കൊൽക്കത്ത ഫാൻസ് ഒക്കെ ചോദിക്കുമായിരുന്നു. അപ്പം
അതൊരു വല്ലാത്തൊരു വൈബും പിന്നെ അതും ചാൻഡിങ് ഒക്കെ നല്ല അത്യാവശ്യം 2 ടീമുകളാണെങ്കിലും ഫുൾ ടൈം ചാൻഡിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ആ ഒരു പ്രത്യേക വൈബായിരുന്നു. എന്തായാലും മഴ പെയ്തില്ല കാര്യമായിട്ട്, അതുകൊണ്ട് മലപ്പുറത്തിന് എന്താ പറയാ ചാൻസ് നമ്മൾ പറയാം മലപ്പുറം ഗോളുകൾ എന്നുള്ളതാണല്ലോ. പക്ഷെ ഒരു ഗോൾ അടിച്ചു, ഒരു റെഡ് കാർഡ് കിട്ടിയിട്ടും 1-1 എന്ന് പറയുന്നൊരു സംഭവത്തിലോട്ടൊക്കെ എത്തി. സ്റ്റിൽ ആ ഒരു കാലിക്കറ്റ് എന്ന് പറയുന്നത് ആ ഒരു ചാമ്പ്യൻ മെന്റാലിറ്റി ഉള്ള ഒരു ടീമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യാണ്. കാരണം ഫസ്റ്റ് ഒരു ബ്രില്യൻ ഗോളാണ് പെരേരയുടെ അത് ആ ഗോള് ഞാൻ ആ വീഡിയോ എടുത്ത സംഭവം അതാണ്. ആ ഗോള് വന്ന സമയത്താണ്, അതിന്റെ ഇടയിൽ എന്താ സെലിബ്രേഷന്റെ ഇടയിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോ ആണത്. അത് വല്ലാത്തൊരു ഗോളായിരുന്നു, വേൾഡ് ക്ലാസ് ഗോൾ എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞിട്ട് റെഡ് കാർഡ് കിട്ടിയിട്ട് ഗനിക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് പോലും തിരിച്ചു വന്നു. അപ്പം എനിക്ക് തോന്നുന്നു മലപ്പുറത്തിന് അത് മതിയായിരുന്നായിരിക്കും, ആ ഒരു സിറ്റുവേഷനിൽ 1-1 ഡ്രോ മതിയായിരിക്കും. പക്ഷെ പിന്നെ അച്ഛലിന്റെ ഒരു ബ്രില്യൻ ഗോള്, ബൗസായുടെ ഗോള്, പിന്നെ ചെയ്തു. കാലിക്കറ്റ് ക്വാളിഫൈഡ് ആയി. ഇപ്പം സൂപ്പർ ലീഗ് കേരളയില് ഈ ഒരു പ്ലേ ഓഫില് യോഗ്യത എടുത്ത ആദ്യത്തെ ടീമായിട്ട് മാറി കാലിക്കറ്റ്. 17 പോയിന്റ്സ്, വലിയ ഗോൾഡ് പോയിന്റ് ഡിഫറൻസ് ആണ് കാലിക്കറ്റിനുള്ളത്. എനിക്ക് ഈ ഒരു മാച്ചിന്റെ ലൈനപ്പ് നോക്കിയപ്പോ ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് എന്തുകൊണ്ടാണ് മലപ്പുറം കെനഡിനെ സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന്. കാരണം ഇതൊരു ക്രൂഷ്യൽ മത്സരമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്ലേ ഓഫിൽ കയറണമെങ്കിൽ ഈ മത്സരം എന്തായാലും ജയിക്കണം. അങ്ങനെ ഒരു മത്സരത്തില് നിങ്ങളുടെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാല്ലേ, ടോപ്പ് സ്കോറർ ആണ്. എന്തുകൊണ്ട് എപ്പോഴും നമ്മുടെ ബെസ്റ്റ് പ്ലെയറിനെ നമ്മുടെ ലൈനപ്പിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ ഒരു അങ്ങനെ ഒരു പ്ലെയറിനെ എന്തുകൊണ്ട് ലൈനപ്പിലേക്ക്, അത് 3 ഫോറിനേഴ്സ് ഇറങ്ങിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ലൈനപ്പില്. അപ്പൊ ഒരു സ്ലോട്ട് ഉണ്ട് എന്തായാലും. പിന്നെ എന്തുകൊണ്ട് എനിക്ക് വേണേൽ റോയ് കൃഷ്ണയും കെനഡിയും ഒരുമിച്ച് കളിച്ചൊരു കളി ഫോർസ കൊച്ചി ആയിട്ടായിരുന്നു. അന്ന് അവർ നല്ലോണം കമ്പൈൻ ചെയ്ത് രണ്ടുപേരും ഗോളുകളും അടിച്ചിരുന്നു. ആ ഒരു കോമ്പിനേഷൻ ഒരു പക്ഷേ ഈ കളി തുടങ്ങിയപ്പോൾ ശ്രദ്ധിച്ചാന്ന് വെച്ചാൽ കാലിക്കറ്റിന് ബോൾ ഒരുപാട് സമയം കിട്ടുന്ന പോലെ മലപ്പുറം അധികം പ്രസ് ചെയ്യുന്നില്ല. ഈ പെരേര അടിച്ച ഗോളും വേൾഡ് ക്ലാസ് ഗോളാണ്, അടിപൊളിയാണ്. പക്ഷെ അത്രയും സ്പേസും ടൈമും ആ ഒരു പ്ലെയറിന് മിഡ്ഫീൽഡ് പ്ലെയറിന് കിട്ടാന്ന് പറഞ്ഞാൽ അത് ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്തു. കുറച്ചും കൂടെ ഒരു ഇന്റൻസിറ്റി മലപ്പുറത്തിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് കുറവായിരുന്നോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമുക്ക് പിന്നെ അറിയില്ല എന്താണ് കോച്ചിന്റെ തീരുമാനങ്ങളാണ്. കോച്ച് ഓൾറെഡി മിഗ്വൽ കൊറാല് പോയി, പുതിയൊരു കോച്ചാണ്. അപ്പോൾ പുള്ളിക്ക് ഓബിയസ്ലി പുള്ളിയുടേതായിട്ട് ഐഡിയാസ് ഉണ്ട്, അതിനൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു ആരാധകൻ എന്ന രീതിയിൽ പുറത്ത് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഫീൽ ചെയ്തു. പിന്നെ ഹബീബ് പറഞ്ഞ പോലെ തന്നെ കാലിക്കറ്റ് ആ ഗോള് കൺസീഡ് ചെയ്തിട്ടും അവസാനം 2 ഗോളുകൾ അതാ കോച്ച് റിങ്കോണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറക്കുന്നു, പുള്ളി 2 അസിസ്റ്റ് നൽകുന്നു, കാലിക്കറ്റ് അടിക്കുന്നു. ശരിക്കും ഒരു ചാമ്പ്യൻ ടീമിന്റെ പെർഫോമൻസ് എന്താണോ അത് നമുക്ക് കാണാനായി എന്നുള്ളതാണ് ആ ഒരു മാച്ചിൽ. കാലിക്കറ്റ് FC-യുടെ ആ ഒരു മെന്റാലിറ്റി നമ്മൾ ഫസ്റ്റ് ഈ ISL തുടങ്ങിയപ്പം തൊട്ട് കാണുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ സീസണിലും കണ്ടു, ഈ സീസണിലും ആദ്യമായിട്ട് ഒരു ക്വാളിഫൈ ആകുന്ന ടീമായിട്ട് മാറി. അത് കാലിക്കറ്റ് FC ഒന്നും പറയാനില്ല. അത് അവരുടെ ഈ ഒരു മാച്ചിലാണെങ്കിലും ഇക്വലൈസർ വന്നതിന് ശേഷം അവര് സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാ. ലൈക് സ്റ്റിൽ ദേ വെർ ഹോപ്പ്ഫുൾ. അവർ പിന്നെയും ആ രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. 87th മിനിറ്റിലാണ് നെക്സ്റ്റ് ഗോള് വരുന്നത്. അതെ, അച്ഛൽ എന്തായാലും under-23 പ്ലെയർ ആണ്, പക്ഷേ ടോപ്പ് സ്കോററാണ്. അതൊരു വലിയ ഹോപ്പാണ്. അടുത്തൊരു ഹയർ ലെവലിലേക്കും ടോപ്പ് ടയറിലോട്ടും ഒക്കെ അച്ഛലിന് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഒരു. അതെ അതെ, അതേപോലെ ഫോർസ കൊച്ചിന്റെ ഗോള് വന്ന അബിത്തും under-23 പ്ലെയർ ആണ്. ആദ്യമായിട്ടാണ് സൂപ്പർ ലീഗിൽ കളിക്കുന്നതും സി ലീഗിലെ ഫസ്റ്റ് ഗോളും ആണ്. നല്ല ഗോളായിരുന്നു. അതെ, ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് വീക്ക് മാച്ചസിലോട്ട് പോകാം. ഇനി വളരെ ക്രൂഷ്യലാണ്. കാരണം ഇപ്പോൾ കാലിക്കറ്റ് FC ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി തൃശ്ശൂർ മാജിക് ആണോ അതോ തിരുവനന്തപുരം കൊമ്പൻസ് ആണോ മലപ്പുറം FC ആണോ കണ്ണൂർ വാരിയേഴ്സ് ആണോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞൊരു മാച്ചില് ഫോർസ കൊച്ചി എടുത്ത് കണ്ണൂർ വാരിയേഴ്സ് തോക്കുമ്പോൾ അതിൽ മലപ്പുറത്തിനൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ഒരു മസ്റ്റായിട്ട് പോയിന്റ് അടിക്കാൻ പറ്റുന്ന ഒരു മാച്ച് എന്ന നിലയിലാണ് കണ്ടിരുന്നത്. അപ്പൊ ആ ഒരു മാച്ചില് ഫോർസ കൊച്ചി ജയിച്ചപ്പോഴത്തേക്കും ബാക്കി ടീമുകൾക്കൊക്കെ അത് നല്ലതാണ്. അപ്പൊ മലപ്പുറം കാരണം ഇപ്പൊ തോറ്റിട്ട് ഇപ്പൊ കണ്ണൂർ വാരിയേഴ്സ് ഒക്കെ ജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോ അവര് പോയി ഇതിൽ താഴോട്ട് പോകുന്ന സാഹചര്യം എത്തി. അതെ, അപ്പം അതുകൊണ്ട് മലപ്പുറത്തിന് പോയിന്റ് ടേബിൾ വലിയ പ്രശ്നം ഇപ്പൊ ഉണ്ടായില്ല. അത് കണ്ണൂർ വാരിയേഴ്സ് തോറ്റത് കൊണ്ടാണ് അങ്ങനെ ഒരു ഫാക്ടർ വരുന്നത്. ഇനിയിപ്പോ ഫോർസ കൊച്ചി ഇനിയുള്ള മത്സരങ്ങളിൽ പറഞ്ഞ പോലെ പലരുടെയും ഇത് ഇനിയിപ്പോ ഫോർസ കൊച്ചിക്ക് മാച്ച് വരുന്നത് ഒന്ന് മലപ്പുറത്തിന്റെ കൂടെ പിന്നെ തൃശ്ശൂർ കൂടെ. അപ്കമിങ് വീക്കിലാണ് തൃശ്ശൂർ മാജിക് ആൻഡ് ഫോർസ കൊച്ചി മാച്ച് വരുന്നത്. ആ ഒരു മത്സരത്തിന്റെ പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും? എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? ആദ്യത്തെ മാച്ച് അല്ല, ഹബീബ് പ്രഡിക്ഷൻ നിർത്തിയില്ലേ?
ഹബീബ് അല്ല predict ചെയ്യുന്നതല്ലേ? നമ്മളാണ് കാര്യങ്ങളുടെ നിർത്തിയതല്ലേ? ഇത് വെച്ചിട്ട് നമ്മളാണ് ആരാ പറഞ്ഞ പ്രഡിക്ഷൻ നിർത്തിയത്? അല്ല കണ്ണൂർ വാരിയേഴ്സിന്റെ ഇനി പ്രിഡിക്ട് ചെയ്യുന്നില്ലല്ലോ. അതങ്ങനൊന്നുമില്ല. ഓരോ കീഴ്വഴക്കങ്ങളാകുമ്പോ പ്രഡിക്ഷൻ തുടങ്ങിയത് ജിഷ്ണയാന്ന് തോന്നുന്നല്ലേ, നമുക്ക് പ്രഡിക്ട് ചെയ്യാം. ആണെന്ന് തോന്നുന്നു. ആ ഐഡിയ പ്ലാൻ ചെയ്തത് ജിഷ്ണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കണ്ണൂരിന്റെ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആക്യുറസീനെ അത് കറക്റ്റ് ആണ്. അല്ല ബാക്കിയുള്ള പ്രഡിക്ഷൻസും കറക്റ്റ് ആണ്. നമ്മള് മലപ്പുറം കാലിക്കറ്റ് എല്ലാരും കാലിക്കറ്റ് ജയിക്കുന്ന പറഞ്ഞു. അത് മാത്രമൊന്നും അല്ല, അല്ലാണ്ട് കറക്റ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് മാച്ച് ആരാണ്? തൃശ്ശൂർ മാജിക്കും ഫോസ കൊച്ചി. എനിക്കിത് തൃശ്ശൂർ മാജിക് ജയിക്കുമെന്നാണ്. ഫോസ കൊച്ചി ഇപ്പൊ നല്ലൊരു മൊമെന്റത്തിലാണ് ഉള്ളത്. പക്ഷെ തൃശ്ശൂർ മാജിക് തന്നെ അവര് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു റിസൾട്ടിലോട്ട് എത്തുന്നില്ല എന്ന് പറയുന്നൊരു ഫാക്ടറാണ് ഉള്ളത്. പക്ഷെ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഫോസ കൊച്ചി സാധാരണ മാച്ചിലൊക്കെ തോക്കുന്ന പോലെ മലപ്പുറമായിട്ടും 6-2 അങ്ങനെ ഒരു ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു ഡ്രോ അല്ലെങ്കിൽ ഒരു തൃശ്ശൂർ മാജിക് വിൻ ചെയ്യുമെന്നാണ് എന്റെ ഒരു എക്സ്പെക്ടേഷൻ. എന്താണ്? എനിക്ക് തോന്നുന്നു ഫോർസ കൊച്ചി ഇപ്പൊ ഒരു 7 മാച്ചൊക്കെ തോറ്റിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തോറ്റതിന് ശേഷം ഒരു മാച്ച് ജയിക്കുമ്പോൾ അവിടെ ഒരു മെന്റാലിറ്റി ചേഞ്ച്, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് വരാനുണ്ട്. അപ്പൊ അവരുടെ മാക്സിമം കൊടുത്തപ്പോ നമ്മൾ കണ്ടു കണ്ണൂർ വാരിയേഴ്സിന്റെ എതിരെ ഉണ്ടായിരുന്ന മാച്ച് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ തൃശ്ശൂരിന്റെ എതിരെയുള്ള മാച്ചില് ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നത് ഒരു ഡ്രോ ആണ്. അതെ, എന്റെ മനസ്സ് എന്താണെന്നറിയില്ല, ഒരു സമനിലയാണ്. ഞാൻ ഇതുവരെ സമനില പ്രെഡിക്ട് ചെയ്തിട്ടില്ല ഈ ഷോയില്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ മാച്ച് ചിലപ്പോൾ ഒരു ഡ്രോ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തൃശ്ശൂർ മാജിക് സ്ട്രോങ് ടീമാണ്, അവർക്കൊരു റിസൾട്ട് ആവശ്യമാണ്. പക്ഷെ എന്നാലും എവിടെയൊക്കെ പറയുന്ന ഈ ഒരു ജയം ചിലപ്പോൾ ഫോർസ കൊച്ചിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് നൽകാം. അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ മത്സരമാണെങ്കിലും ശരിക്കും തൃശ്ശൂർ മാജിക് ജയിക്കേണ്ട ഒരു മത്സരമായിരുന്നാണ് എൻ്റെ അഭിപ്രായം, കൊമ്പൻസിനെ. പക്ഷെ ആ ഒരു മത്സരത്തിൽ ആദ്യം ഗോള് കൺസീഡ് ചെയ്തു. അപ്പൊ അതൊരു എററിൽ കൂടെയാണ് വന്നത്. അപ്പം ഈ ഒരു മത്സരം സമനില ആയിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. അടുത്ത മാച്ച് കണ്ണൂർ വാരിയേഴ്സ് കാലിക്കറ്റ് FC. ഞാൻ പ്രെഡിക്ട് ചെയ്യുന്നില്ല. ജിഷ്ട എന്ന് പറയട്ടെ എന്നാ കണ്ണൂർ വാരിയേഴ്സ് കാലിക്കറ്റ്. ലാസ്റ്റ് പറയാം. അതെ, കണ്ണൂർ വാരിയേഴ്സ് കാലിക്കറ്റ് FC. ഇപ്പൊ കാലിക്കറ്റിന്റെ ഒരു ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് 4 മാച്ചസ് അവർ വിന്നാണ്. അവര് ടോട്ടൽ 5 മാച്ചസാണ് ജയിച്ചിട്ടില്ല. ലാസ്റ്റ് 4 മാച്ചും ജയിച്ച് അത് കോൺസിക്യൂട്ടീവ് 4 വിന്നുള്ള ഒരു ടീം ഇപ്പൊ ഉണ്ടെങ്കിൽ അത് കാലിക്കറ്റ് FC ആണ്. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് FC അടുത്ത മാച്ച് പിന്നെ അവർ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. കണ്ണൂർ വാരിയേഴ്സിനാണെങ്കിൽ ഇറ്റ്സ് വെരി നെസസറി. അതായത് ഈ ഒരു മാച്ചും നെക്സ്റ്റ് മാച്ചും ജയിക്കണം എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ കണ്ണൂർ വാരിയേഴ്സ് തീർച്ചയായും ജയിക്കും എന്നാണ് കോൺഫിഡന്റ് പ്രഡിക്ഷനാണ്. തീർച്ചയായും ജയിക്കും എന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ കാലിക്കറ്റിനെ ആര് തോപ്പിക്കുമെന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇമാതിരി കളി കളിക്കുന്ന ഒരു ടീമിനെ ഇപ്പൊ ലീഗിലെ വേറെ ഏത് ടീം, ഇത് തമാശ രൂപേണല്ല പറയുന്നത്, എന്നാലും അത്രയും സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഈ ഒരു ടീമിനെ ആ ഒരു മെന്റാലിറ്റി വേറെ ഒരു ടീമിൽ നോക്കിയിട്ടും എനിക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റി കാണാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അട്ടിമറികൾ നമ്മൾ ഓൾറെഡി കണ്ടു. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്ന കാലിക്കറ്റിന്റെ ആ ക്വാളിറ്റി, അവർ ഈ ഒരു റണ്ണ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ ആയിരിക്കും അവരുടെ മൈൻഡ് സെറ്റ്. അവർക്കറിയാം ഈ ട്രോഫി അടിക്കുന്ന ആ നിമിഷം വരെ അവർക്ക് ഒരു പൊടിക്ക് പോലും ഇത് ശ്രദ്ധ തെറ്റാൻ പാടില്ല എന്നുള്ളൊരു മെന്റാലിറ്റി അവരിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കാലിക്കറ്റ് FC ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂർ വാരിയേഴ്സിന് വീണ്ടും ഒരു നിരാശയാണ് ഞാൻ പ്രഡിക്ട് ചെയ്യുന്നത്. ഒരു ഹോം മാച്ചും ജയിക്കില്ല എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് ഹോം മാച്ച് ആണല്ലേ കണ്ണൂരിന്റെ? കണ്ണൂർ വാരിയേഴ്സിന്റെ ലാസ്റ്റ് ഹോം മാച്ച് ആണ്. ആ ഒരു സപ്പോർട്ടിന് ഒരു ഹോം മാച്ച് എങ്കിലും ജയിക്കണമായിരുന്നു. കാരണം കണ്ണൂർ പോലത്തെ സ്ഥലത്തേക്ക് ഫുട്ബോൾ തിരിച്ചു വരുന്നു, അവരൊരു വിന്ന് ഡിസേർവ് ചെയ്യുന്നുണ്ട്. മേ ബി നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഫോർസ കൊച്ചി ഒരു വിന്ന് ഡിസേർവ് ചെയ്യുന്നുണ്ടായിരുന്നു, അവർ റിസൾട്ട് ഉണ്ടാക്കി. ഇങ്ങനെ ഒരു റിസൾട്ട് കണ്ണൂർ വാരിയേഴ്സ് കാലിക്കറ്റിനെ തോപ്പിച്ച എന്തായാലും പ്ലേ ഓഫ് കയറുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു മൊമെന്റത്തിൽ ചിലപ്പോൾ അവസാനത്തെ കളി അവർ ജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡു ഓർ ഡൈ മത്സരം തന്നെയാണ് കണ്ണൂരിന്. പക്ഷേ ഇങ്ങോട്ട് നോക്ക്, റിയൽ പ്രഡിക്ഷൻ എനിക്ക് കാലിക്കറ്റ് FC ജയിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ കണ്ണൂർ ജയിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഫാൻസ് അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ പ്ലേ ഓഫ് ആയി. പക്ഷെ അവർ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു അവർ പോയിന്റ് ടേബിളിൽ ഫസ്റ്റ് പൊസിഷനിൽ എത്തുക എന്ന് പറയുന്ന ഒരു രീതിയിൽ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാകുക. കാരണം വളരെ ഷോർട്ട് ഇതിലാണ് ബാക്കി മാച്ചസ് ഒക്കെ നടക്കുന്നത്, പ്ലേ ഓഫ് ഒക്കെ നടക്കുക. അപ്പോൾ ആ ഒരു പോസിറ്റീവ് നോട്ട്. പക്ഷെ ചിലപ്പോൾ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയേക്കാം എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ മാച്ചസ് എക്സ്പെരിമെന്റലൊക്കെ കുറച്ച് വലിയ രീതിയിലല്ല, ചെറിയ തോതിലെങ്കിലും ഒക്കെ അത് ചെയ്യാനുള്ള ചില പ്ലേയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാധ്യതകൾ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കാലിക്കറ്റ് FC വിൻ ചെയ്യുമെന്നാണ് തോന്നുന്നത്.
ഓക്കെ, ഇനി കൊമ്പൻസ് മലപ്പുറം ഈ ആഴ്ചത്തെ ലാസ്റ്റ് മാച്ചാണ്. അത് ട്രിവാൻഡ്രത്താണ് നടക്കുന്നത്. ആദ്യത്തെ മത്സരം നമുക്കറിയാം ഡ്രോ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു മത്സരം ഡ്രോ ആവുമെന്നാണ്. അടുത്ത സമനിലയാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. മലപ്പുറം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രഡിക്റ്റ് ചെയ്തിരുന്നു മലപ്പുറം കൊമ്പൻസ് ആക്ച്വലി കയറുമെന്ന്. പക്ഷേ ഈ ഒരു മത്സരം നമുക്കറിയാം രണ്ട് ടീമും ടോപ്പ് 4 വേണ്ടി ബാറ്റിൽ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ആര് തോറ്റാലും അത് അവർക്കൊരു വലിയ തിരിച്ചടിയായിരിക്കും. പക്ഷേ ഈ ലീഗ് കുറച്ചുകൂടെ ഡ്രാമാറ്റിക് ആവണം, ലാസ്റ്റ് ഗെയിം വീക്ക് വരെ പോകണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ പറയുന്നു ഡ്രോ ആയിരിക്കും തോന്നുന്നു. കാരണം മലപ്പുറം അറിയില്ല, എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ജയം നേടാനാവുമോ എന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോൾ ഡ്രോ ആണ് ഞാനത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എന്താണ് കൊമ്പൻസ് വിൻ ചെയ്യുമെന്നാണ് തോന്നുന്നത്. അവര് നിലവിലെ ഒരു പെർഫോമൻസ് വെച്ച് കുറച്ചും കൂടി ഒരു ബെറ്റർ ഒരു രീതിയിൽ കളിക്കുന്നത് അവരാണ്. പിന്നെ മലപ്പുറം സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അവർ ഇപ്പം ചെറിയൊരു ഡൗൺഫോളിലാണ് എന്ന് നമുക്ക് പറയാം. പിന്നെ ആ ഡെർബിയിലേറ്റ പരാജയം, കോച്ച് സാക്ക് ചെയ്യപ്പെട്ടു, ഇങ്ങനത്തെയൊക്കെ. പിന്നെ കൊമ്പൻസിനെ സംബന്ധിച്ച് അവരുടെ ഹോം മാച്ചാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ എനിക്ക് തോന്നുന്നത് കൊമ്പൻസ് ഈ ഒരു മാച്ച് വിൻ ചെയ്യുന്നതാണ്. എനിക്കിപ്പോൾ കൊമ്പൻസ് ഒരു പ്ലേ ഓഫ് കണ്ടൻഡർ ആയിട്ട് ഇപ്പം പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോസ് എനിക്ക് ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷേ പിന്നെ ഇപ്പം ആ ഒരു കണ്ടൻഡറായിട്ട് അവർ പ്ലേയേഴ്സൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രോങ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് എന്റെ പ്രഡിക്ഷനും കൊമ്പൻസ് ജയിക്കും എന്നുള്ളതാണ്. കാരണം ലാസ്റ്റ് മാച്ച് തൃശ്ശൂർ മാജിക്കിനെതിരെ കളിക്കുമ്പോൾ അവരൊരു അണ്ടർഡോഗ്സ് മെന്റാലിറ്റിയിലല്ല പോയത്. എന്നിട്ട് അവരൊരു ഡ്രോ പിടിച്ചിട്ടുണ്ട്. അപ്പം മലപ്പുറത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് വെച്ചിട്ട് അതിനെ എന്തായാലും അഡ്വാൻറ്റേജ് എടുക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും കൊമ്പൻസ് തീർച്ചയായും ചെയ്യും എന്നുള്ളൊരു, കാരണം അവർ സീസൺ തുടങ്ങുന്നത് ഭയങ്കര മോശമായിട്ടാണ്. ലൈക്ക് അത്രയും ഒരു വിന്നോ അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസിലല്ല. അതിന് ശേഷമാണ് ദേ ആർ ഗെറ്റിംഗ് ബാക്ക്. ഒരു 3rd പൊസിഷനിലേക്ക് എത്തുമ്പോൾ നൗ ദേ വോണ്ട് ടു റീറ്റെയിൻ ഇറ്റ്. എന്തായാലും അത് റീറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ തന്നെയാണ് അവർ കളിക്കുക. നമ്മൾ 3 പേരും പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന മലപ്പുറത്തിന് നിരാശ എന്നാണ്. അപ്പം ഫാൻസിന് അതൊരു അൾട്രാസ് എങ്ങനെ അത് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് കണ്ടതാണല്ലേ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉള്ളത്. ഇപ്പം നമ്മൾ ഒരു ഡയറക്റ്റ് കമ്പാരിസൺ ഒന്നും അല്ല, എന്നാലും ഒരുപാട് ഫാൻ സപ്പോർട്ടുള്ള ഇതുപോലെ റിസൾട്ടുകൾ നേടാൻ പറ്റാത്തൊരു ക്ലബിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ അതൊരു നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് മലപ്പുറം. ഏറ്റവും ഫാൻ ബേസ് ഉള്ള ടീം, ഇമോഷൻ വൈസ്. പക്ഷെ അവർക്ക് ആ ഒരു റിസൾട്ടുകളിലോട്ട് വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എന്താ പെയിൻ നമുക്ക് ഫീൽ ചെയ്യാൻ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതും പേഴ്സണൽ ഇൻട്രസ്റ്റ് കൊണ്ടല്ലല്ലോ, നമ്മൾ അവരുടെ ഒരു ഗെയിം അനാലിസിസ് ചെയ്തിട്ടാണ് ഒരു പ്രഡിക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ ലാസ്റ്റ് പെർഫോമൻസിലൊന്നും മലപ്പുറത്തിന് നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ള പെർഫോമൻസ് ഉണ്ടായിട്ടില്ല, ബി വെരി ഓണസ്റ്റ്. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ നമ്മളുടെ പ്രഡിക്ഷൻ ഫോർ ദ നെക്സ്റ്റ് മാച്ച് വീക്ക് 8. ഇത് കഴിഞ്ഞ ഒരു മാച്ച് വീക്കും കൂടെ ഉള്ളല്ലേ ഗ്രൂപ്പ് സ്റ്റേജ് കഴിയാൻ? മാച്ച് വീക്ക് 8 കഴിഞ്ഞു, മാച്ച് വീക്ക് 9 മാച്ച് വീക്ക് 9 എക്സാക്ട്ലി. അതെ, ഹബീബിനെ പ്രഡിക്ഷൻ കോൺടെസ്റ്റിൽ നമുക്ക് പിടിക്കാനാവോ? ഇനിയിപ്പോ നമ്മള് മറ്റേ ലക്കി ഭാസ്കറിലെ ഓവർ കോൺഫിഡന്റ് ആയിരുന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇനി അതുകൊണ്ട് ചിലപ്പം മിക്കവാറും പ്രഡിക്ഷൻ ഒക്കെ തെറ്റും, എയറിലാകും. കഴിഞ്ഞ വട്ടം ഞാൻ എയറിലാകുന്ന പ്രതീക്ഷയിലാണ് പറഞ്ഞത്. പക്ഷേ ഫോഴ്സാക്കോച്ചിയുടെ എതിരെ കണ്ണൂരിന്റെ ഫസ്റ്റ് ഗോള് വന്നപ്പോ തന്നെ ഹബീബ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ എയറിലായി എന്ന് പറഞ്ഞു. പിന്നെ ഓരോ ഗോള് വരുന്നതിനനുസരിച്ചിട്ട് ഹബീബിന്റെ എനിക്ക് ആ പ്രഡിക്ഷന്റെ കാര്യം എന്റെ മൈൻഡിൽ സത്യമായിട്ടും ഉണ്ടായിട്ടില്ല മാച്ച് തീരുന്നത് വരെ. ഞാൻ റൂമിലെത്തി ഇൻസ്റ്റാഗ്രാം തുറന്നു, ഹബീബിന്റെ മെസ്സേജ് കണ്ടപ്പോഴാണ് ഇനി ഞാൻ പ്രഡിക്ഷൻ ഇല്ല, ഇനി ഞാൻ ഷോയ്ക്കില്ല. അതെ, പ്രഡിക്ഷനും ഹബീബ് തൂക്കി. ഓക്കെ, അപ്പോൾ മാച്ച് വീക്ക് 8ന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ഷെയർ ചെയ്തത്. ഇനി അപ്കമിങ് മാച്ച് വീക്ക് 9ലും ഇതുപോലെ 3 ക്രൂഷ്യൽ മാച്ചസ് ഉണ്ട്. ഈ 3 മാച്ചിന്റെയും റിസൾട്ട് പോയിന്റ് ടേബിളിലും പ്ലേ ഓഫിനേക്കുള്ള ക്വാളിഫിക്കേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും മാച്ചസ് കാണുക, അതിനുശേഷം നമ്മുടെ സൂപ്പർ റിവ്യൂ കാണുക. ആൻഡ് താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺഡ്.